കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു വിജയൻ്റെ ഉണ്ടെങ്കിൽ മോൻ്റെ കല്യാണം. അതിനകത്ത് ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ഒന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ ഭയങ്കര ചർച്ചയായത് മെയിനായിട്ടുണ്ടെങ്കിൽ വിനായകൻ വന്ന് പങ്കെടുത്തതിന് ശേഷമാണ്. വിനായകനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ചെയ്യുന്നത് എപ്പോഴും ഉണ്ടെങ്കിൽ പ്രശ്നത്തുള്ള രീതിയിലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് കോൺട്രവേഴ്സികളൊക്കെ കാര്യമായിട്ട് മാറുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എപ്പോഴും ഉള്ളത് തന്നെയാണ്. സോ എന്തായാലും മാരേജിന് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ഇതാണ് അവരടുത്ത് ഭയങ്കരമായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ചെറുക്കനെ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ പിടിച്ച് അമ്മക്കുക, എന്നിട്ടുണ്ടെങ്കിൽ എന്തോ കോപ്രായങ്ങൾ ഓരോരോ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. സോ ഇത് വെളി വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ആൾക്കാരൊക്കെ മെയിനായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം, ഒരു കല്യാണ വീഡിയോ വന്നിട്ട് അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ വന്നിട്ട് ഇതേകണക്കത്തുള്ള കാര്യങ്ങളാണോ ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു പബ്ലിക്കിലല്ലേ ഇതിനകത്തുള്ള ഫംഗ്ഷന് വരുമ്പോഴത്തേക്ക് കുറച്ച് മാനേഴ്സൊക്കെ കാണിക്കണം. അല്ലാതെ അതെല്ലാം വിട്ടിട്ടുണ്ടെങ്കിൽ ഏതോ ഫ്രണ്ട്സിനെ കാണാൻ വന്നാണൊക്കെ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഏതൊരു പാർട്ടി പങ്കെടുക്കാൻ വന്നാണൊക്കെ ഭയങ്കരമായിട്ട് കടന്ന് ഇതേകണക്കുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് മാനേഴ്സ് ആയിട്ടുള്ള രീതിയിലൊക്കെ നടക്കുന്നതിന് കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. നമുക്ക് കണ്ടാലും അങ്ങനെയൊക്കെ തോന്നും. എന്തായിരുന്നാലും അതിന് മറുപടി എന്നുള്ള രീതിയിൽ അവർ ഒരു വീഡിയോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ഇതുവരെ വിനായകൻ. എന്തായിരുന്നാലും അതിനെക്കുറിച്ച് അവരുടെ ഫാമിലിയുടെ ഭാഗത്തു നിന്നും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്തായിരുന്നാലും അത് കാണുമ്പോൾ നമുക്ക് കുറച്ച് ഓവറായിട്ട് തോന്നും. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്, നമ്മൾ ഇതേ കണക്ക് നോക്കുമ്പോൾ ഓരോരോ ഫംഗ്ഷനും ഇതേ കണക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവർ ഭയങ്കര ഓവറായിട്ട് ഇതേ കണക്കുള്ള സ്നേഹങ്ങൾ കാണിക്കുന്നതോ അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ടെങ്കിൽ ഓരോരുത്തർക്ക് ഓരോരോ ക്യാരക്ടറാണ്.